അധ്യക്ഷൻ, മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ സന്തോഷ് കുമാർ, മെട്രോ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ ജോർജ്, സൊസൈറ്റിയുടെ മറ്റ് പ്രവർത്തകർ, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി മല്ലിക വർമ്മ, പ്രസിഡന്റ് വി പ്രകാശ്, സെക്രട്ടറി ശ്രീ ജി ജയകുമാർ, മറ്റ് ഭരണസമിതി അംഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ദിനം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ചുറ്റുമുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കുറേയധികം വനിതാ ദിന പരിപാടികൾ കാണുന്നുണ്ട്. ഇതിൽ പറഞ്ഞതുപോലെ മെട്രോ ഫിലിം സൊസൈറ്റി ധാരാളം വനിതാ പ്രാധാന്യമുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നും ഇവിടെയും അത്തരത്തിലൊരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ പ്രഭാഷണമാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ പറയുമ്പോഴും സിനിമ സമൂഹത്തിൽ വലിയ സ്വാധീനം ഉള്ള ഒരു മീഡിയം ആണ്. സിനിമ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സിനിമ പ്രവർത്തകർ അല്ലെങ്കിൽ വലിയ താരങ്ങളായിട്ടുള്ളവരൊക്കെ പറയും സിനിമയായി കണ്ടാൽ മതി, അത് എന്റർടൈൻമെന്റ് മാത്രമാണ്, അതിനെ ഒരു വിനോദം എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ മാത്രം മതി എന്ന് പറയും. എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സിനിമ എന്ന മാധ്യമം ചെലുത്തിയിട്ടുള്ള സ്വാധീനം വളരെ ഏറെയാണ്. അതുപോലെ തന്നെ സാമൂഹികമായ ഒരു പൊതുബോധം വളർത്തിയെടുക്കുന്നതിനും ഈ പറയുന്ന സിനിമകൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാനൊരു ഓട്ടപ്രദക്ഷിണം പോലെ ഈ സിനിമയിൽ വന്നിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ച് പ്രാധാന്യം നമുക്ക് പൊതുവെ അറിയാം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ വരിക എന്നത് അത്ര എളുപ്പമല്ല. സ്ത്രീ എപ്പോഴും ഒരു രണ്ടാം കിട അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നായകന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നായകന്റെ കഥാപാത്രത്തിന് ഒരു മേൽക്കൈ വരത്തക്ക രീതിയിൽ ഉള്ള സ്ത്രീ കഥാപാത്രങ്ങളെയാണ് കൂടുതലായിട്ടും നമ്മുടെ സിനിമകളിൽ കാണാറുള്ളത്. പ്രത്യേകിച്ച് മുഖ്യധാരാ സിനിമകളിൽ അത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഉള്ളത്. അതിനാണ് പൊതുവെ സ്വീകാര്യത ഉള്ളത്. ഞാൻ ഈ പറഞ്ഞ ഒരു പൊതുബോധത്തിന്റെ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് പൊതുവെ ഇവൻ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാത്ത സിനിമകൾ വരെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് വിജയം കൈവരിച്ച ഒരു സമയം കൂടിയാണ്. ആവേശം പോലെയുള്ള അതുപോലെ ഇപ്പോൾ ഒരുപാട് അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട്, തല്ലുമാല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ രീതിയിലുള്ള ഒരു പുരുഷ ശരീരത്തിന്റെയും അല്ലെങ്കിൽ പുരുഷന്റെ സ്വാധീനം കൂടുതൽ കാണിക്കുന്ന അല്ലെങ്കിൽ പുരുഷന്റെ ഒരു മേൽക്കൈ കാണിക്കുന്ന സിനിമകൾ അതിന് വളരെ സ്വീകാര്യതയുള്ള ഒരു സമയം കൂടിയാണ്. എന്നിരുന്നാലും നമ്മൾ സിനിമയുടെ പ്രത്യേകിച്ച് മലയാള സിനിമയിലെയാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. മലയാള സിനിമയിലെ 60കൾ മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം നായിക പ്രാധാന്യമുള്ള ശാരദയും ഷീലയും ജയഭാരതിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വളരെയധികം നായിക പ്രാധാന്യമുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. മുറപ്പെണ്ണ്, തുലാഭാരം, കള്ളിച്ചെല്ലമ്മ പോലെയുള്ള സിനിമകൾ. അതുപോലെ ചെമ്മീൻ തന്നെ ഒരു ചെമ്മീനിലെ ശീല അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറഞ്ഞാൽ അത് നോവലിന്റെ വ്യക്തിത്വമായ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടായതെങ്കിലും വേറിട്ടൊരു വ്യക്തിത്വം ഈ സ്ത്രീകൾക്കൊക്കെ ഉണ്ടായിരുന്നതായി കാണാം. അതുപോലെ തന്നെ 70കളിലാണ് കുറച്ചും കൂടി വ്യത്യസ്തമായ ചിന്താഗതികൾ വന്നതായിട്ട് കാണുന്നത്. അതിൽ സമാന്തര സിനിമകൾ എന്നുള്ളൊരു സ്ട്രീം വരികയും ജി അരവിന്ദനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായ സിനിമകൾ, ഇപ്പൊ നമ്മളുടെ ടി വി ചന്ദ്രന്റെ സിനിമകൾ കുറച്ച് ദിവസങ്ങളായി പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ വ്യത്യസ്തമായി സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങളുടെ സിനിമകൾ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന സിനിമകൾ വന്നിട്ടുള്ളൊരു കാലം കൂടിയാണ്. അടൂരിന്റെ സ്വയംവരം വന്ന സമയമാണ്.
എന്നാൽ ഞാൻ ആ സമാന്തര സിനിമകളെ കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിൽ പ്രത്യേകമായിട്ടും ഒരു ലിംഗസമത്വത്തിൻ്റെയൊക്കെ ഒരു ഭാഷയുള്ള സിനിമകളാണ് കൂടുതലായിട്ടും. അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെയും അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന, വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന സിനിമകളാണ് ഈ പറയുന്ന സമാന്തര സിനിമകളായിട്ട് വന്നിട്ടുള്ളതെല്ലാം തന്നെ.